പാലക്കാടിൻ്റെ MLA ആയിരുന്ന ഒരാൾ 13 വർഷം സജീവമായി പാലക്കാടുണ്ടായിരുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഇലക്ഷനായിട്ട് വടകര പോകുമ്പോൾ അസാന്നിധ്യം വളരെ പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിയാണ്, മുന്നണിയാണ്, എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണയുണ്ട്, മാനസികമായ പിന്തുണ ഷാഫിയുണ്ട്. ഷാഫി ലോക്സഭാ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു, എല്ലാവരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതൊരു പാർട്ടി സംവിധാനമല്ലേ? അപ്പോൾ ആ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിക്കും. പാലക്കാട് ജയിക്കും, വടകര ജയിക്കും. ഈ വടകരയിൽ കിട്ടുന്ന സ്വീകാര്യതയൊക്കെ താങ്കൾ ടി വിയിലൂടെ അല്ലെങ്കിൽ താങ്കൾ നേരിട്ടെത്തിയോ അറിയില്ല, ടി വിയിലൂടെയൊക്കെ കാണുന്നുണ്ടാവും. അവിടെ ചെല്ലുമ്പോൾ ഓരോ റാലികളിലും ജനപങ്കാളിത്തമൊക്കെ എങ്ങനെയാണ് ഷാഫിയുടെ അവിടുത്തെ ഒരു പ്രകടനം കാണുന്നത്? സ്വാഭാവികമല്ലേ? കാരണം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, കഴിഞ്ഞ 13 വർഷക്കാലം MLA, നിയമസഭയിൽ വളരെ സജീവമായി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ജനപ്രതിനിധി. ആ സ്വീകാര്യത ഷാഫിക്കുണ്ട്. അത് തന്നെയാണ് പാർട്ടി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് പാർട്ടി വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ആ സ്വീകാര്യത ഉള്ള മലബാറിലെ ശക്തനായിട്ടുള്ള ഒരു യുവജന നേതാവാണ് ഷാഫി. അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ പരിഗണിച്ചു. അതുകൊണ്ട് ജനങ്ങൾ പരിഗണിക്കും. അതുകൊണ്ട് വിജയിക്കും, പാർലമെന്റിലെത്തും. KK ശൈലജയാണ് മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു, ആരോഗ്യമന്ത്രിയായിരുന്നു. ആ സമയത്ത് നല്ല പേരൊക്കെ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെ വരുന്നത് ശൈലജ ടീച്ചറാണ്. ഏതെങ്കിലും രീതിയിൽ അത് ഇത് ഒരു വ്യക്തികൾ തമ്മിലല്ലല്ലോ മത്സരം, രണ്ട് രാഷ്ട്രീയ മുന്നണികൾ തമ്മിലാണ് പ്രധാനമായും മത്സരം. പിന്നെ വ്യക്തികളുടെ മികവും കഴിവും പരിശോധിക്കും. അത് ചെറിയ ശതമാനമാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തും. കോവിഡ് കാലത്തും കോവിഡിന് ശേഷം കോവിഡ് കാലത്ത് നടത്ത കൊള്ളയെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അല്ല പലതും. അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യും, സ്വാഭാവികമായിട്ടും വിലയിരുത്തും. ഒരു പാൻഡമിക് പീരീഡിൽ എല്ലാ ജനങ്ങളും രാഷ്ട്രീയവും മതവും നോക്കാതെ അവരുടെ ഗവൺമെൻറ്റിൽ ആശ്രയിക്കുന്നത് തെറ്റല്ല. വീണ്ടും പിണറായി സർക്കാർ വരാനുള്ളൊരു കാരണവും കോവിഡ് കാലത്തെ ആ പ്രതികൂലമായ സാഹചര്യത്തിൽ സർക്കാർ അവരുടെ ഒപ്പമുണ്ട് എന്നുള്ള പ്രചരണമായിരുന്നു. ഇപ്പോൾ സർക്കാർ എവിടെയുണ്ട് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അന്നത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ, അന്നത്തെ നടപടികൾ ചർച്ച ചെയ്യട്ടെ, അനന്തരമായിട്ടുണ്ടായ അഴിമതികളും ചർച്ച ചെയ്യട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ 100% ഷാഫി പറമ്പിൽ വിജയിക്കും. ആ സമയത്തും ഈ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൈ ഇലക്ഷൻ ആവശ്യമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം BJP ഭയങ്കരമായി ശക്തമായ മുന്നേറ്റം, ഈ ശ്രീധരനൊക്കെ 50,000 വോട്ട്, ചെറിയ മാർജിൻ, 4,000 വോട്ടിൻ്റെ മാർജിനിലാണ് ഷാഫി വിജയിക്കുന്നത്. അത് BJPക്ക് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന ഒരു പാലമായി മാറി ഒരിക്കലാവില്ല. പാലക്കാടിൻ്റെ മനസ്സ് അത്തരത്തിലുള്ള വലിയ വെല്ലുവിളി നേരിട്ടപ്പോഴും മതേതര മനസ്സായിരുന്നു. അതിൻ്റെ തെളിവാണ് ഷാഫിയുടെ വിജയം. പാലക്കാട്ടെ ജനങ്ങൾക്ക് അങ്ങനെ വർഗീയമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് സംഭാവനകൾ അദ്ദേഹം റെയിൽവേ വികസന മേഖലയിലേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം ആ റെയിൽവേ മേഖലയിലെ വികസനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ, ഷാഫി നിയമസഭയിലേക്കും പോട്ടെ എന്ന് തീരുമാനിച്ചു. പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല വിവേകമുണ്ട്, തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത്തവണയും UDF ആണ് ജയിക്കേണ്ടത്, അതാണ് അനിവാര്യത എന്ന് മനസ്സിലാക്കി മതേതര പക്ഷത്തിനൊപ്പം പാലക്കാട് നിൽക്കും, UDF നിൽക്കും, UDF ജയിക്കും.